ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. എല്ലാവരും നിമിത്തം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നിങ്ങളുമായി പങ്കുവെച്ച ദൈവവചനത്തിൻ്റെ തുടർച്ച ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് ദി എക്സ്ചേഞ്ച് അറ്റ് ദ ക്രോസ്, ക്രൂശിൽ നടന്ന കൈമാറ്റം എന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണ്. എത്ര പാടിയാലും എത്ര പ്രസംഗിച്ചാലും എത്ര കേട്ടാലും ഒരു വിശ്വാസിക്ക് മടുക്കുവാൻ കഴിയാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ. കാരണം നമ്മളാക്കിയ, നമ്മളെ നിലനിർത്തുന്ന, നമ്മുടെ ഭാവിയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉലകത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അതിനിമിത്തം ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മലയാള പാട്ടുകൾ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയ പഴയകാല ഭക്തന്മാർ അവരുടെ പാട്ടുകളിൽ രണ്ട് വിഷയങ്ങളെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും, രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമാണ്. നമ്മൾ പാടുന്ന പാട്ടുകൾ വല്ലപ്പോഴുമൊക്കെ പുതിയ പാട്ടുകൾ നമ്മൾ പഠിക്കാറുണ്ട്, പാടാറുണ്ട് എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാടുന്ന പഴയ പാട്ടുകൾ ആവർത്തിച്ച് പാടും തോറും എത്രയോ പ്രാവശ്യമാണ് ആ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുള്ളത്. പക്ഷേ ഇന്നും ഒരു ആത്മീകന്, ഒരു ദൈവ പൈതരന് ആ പാട്ട് അനുഗ്രഹമാകുന്നെങ്കിൽ, ആശ്വാസമാകുന്നെങ്കിൽ, പ്രത്യാശയാകുന്നെങ്കിൽ അതിൻ്റെ കാരണം ആ പാട്ടിൻ്റെ താളമോ മേളമോ ഒന്നുമല്ല, അതിലൂടെ വെളിപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകലിൽ സഭയായി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. പൊതുവെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, യേശു കർത്താവ് നമ്മുടെ പാപത്തെ എടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ യേശു എടുത്തത് പാപം മാത്രമല്ല, ആ പാപവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങളെ കർത്താവ് ഏറ്റെടുത്തിട്ട് അതിന് പകരം നമുക്ക് തരുമെന്നല്ല, തന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ ശിക്ഷ താലെടുത്ത് തൻ്റെ ക്ഷമ നമുക്ക് തന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. നമ്മുടെ മുറിവ് ഏറ്റെടുത്ത്, നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് തൻ്റെ സൗഖ്യം തന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലേക്ക് കണ്ടു. മാത്രമല്ല, നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് ദൈവം തൻ്റെ നീതി ക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ശിക്ഷയെടുത്തു, തനിക്ക് നമ്മെ ക്ഷമ തന്നു. നമ്മുടെ രോഗങ്ങളെടുത്തു, തൻ്റെ സൗഖ്യം നമുക്ക് തന്നു. നമ്മുടെ പാപമെടുത്തു, തിരിച്ച് നീതി തന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മളെല്ലാവരും ഓക്കെ പറയും, സന്തോഷമാണ്. കർത്താവ് ശിക്ഷയെടുത്തു, കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്നു. പക്ഷേ അത് എത്രമാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുന്നു, അത്രമാത്രം ഫോക്കസ് ചെയ്ത് രണ്ടാം ഭാഗവും പറഞ്ഞിരിക്കണം. നമ്മളുടെ ശിക്ഷ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും പാപക്ഷമ തന്നിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ എടുത്തിരിക്കുന്നെങ്കിൽ അവൻ സൗഖ്യം തന്നിരിക്കുന്നു. നമ്മുടെ പാപത്തെ എടുത്തിരിക്കുന്നെങ്കിൽ അവൻ തൻ്റെ നീതി തന്നിരിക്കുന്നു. നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇത് കേട്ടുകൊണ്ടേയിരിക്കുക, ഇതിൽ ഉറപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ സ്തോത്രം. ഇത് പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയാണല്ലോ. നമ്മൾ പൊതുവെ പറയാറുണ്ട് ദൈവം കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തി, കഴിഞ്ഞ മാസങ്ങൾ നടത്തിയെന്ന്. പക്ഷേ ഞാൻ ബൈബിളിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഈ നടത്തിയെന്നുള്ളത് സത്യമാണ്, ദൈവം തന്നെയാണ് നടത്തിയത്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ആ ദൈവം നമ്മളെ വിശ്വാസത്തിൽ നടത്തി എന്നുള്ളതാണ്. ഇന്ന് പകലും നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അത് നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പകലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനും ആത്മീക വർദ്ധനവിനുമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കട്ടെ. ഇനി ഞാൻ അടുത്ത് ചില ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് എടുത്ത് നമുക്ക്
തന്ന, നമ്മളിൽ നിന്ന് കർത്താവ് എടുത്തതും കർത്താവ് പകരം തന്നതുമായ 4 കാര്യങ്ങളെക്കുറിച്ച് വേഗത്തിൽ വായിച്ച് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിപ്പാനായി പോകുകയാണ്. ആമേൻ. കർത്താവ് ആമേൻ നമ്മളുടെ തിരസ്കരണങ്ങളെ എടുത്ത് കർത്താവ് തിരിച്ച് നമുക്ക് തൻ്റെ സ്വീകരണത്തെ നൽകുവാനിടയായി. ജീസസ് endured our rejection on the cross and ആമേൻ he gave us acceptance. കർത്താവ് നമ്മുടെ തിരസ്കരണത്തെ എടുത്തു. കർത്താവ് നമ്മുടെ റിജക്ഷനെ എടുത്തിട്ട് കർത്താവ് നമുക്ക് തിരിച്ചു തന്നത് അക്സെപ്റ്റൻസ് ആണ്. റിജക്ഷൻ തിരസ്കരണത്തിൻ്റെ പെയിൻ അറിയണമെങ്കിൽ തിരസ്കരിക്കപ്പെടണം. റിജക്ഷൻ്റെ പെയിൻ അറിയണമെങ്കിൽ ആമേൻ റിജക്റ്റഡ് ആവണം. റിജക്ഷൻ, തിരസ്കരണം. നമ്മളുടെ ചുറ്റുപാടിൽ നമ്മൾ 1-2 സാധാരണ ഉദാഹരണങ്ങൾ പറയാം. അതിൽ നമുക്കൊക്കെ ഫീൽ ആകാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ. അത് സാധാരണ ഉദാഹരണങ്ങളാണ്. അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം കൂടെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങളെ ഒരാളെ ഒഴിവാക്കിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? സന്തോഷം തോന്നുമോ? രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമോ? അതോ യു ഫീൽ റിജക്റ്റഡ്? കാര്യം അവരെല്ലാവരും പോയി, എന്നെ മാത്രം കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ എന്നോട് ആ കാര്യം എന്നെ കൂട്ടിയില്ല എന്ന് നമ്മൾ പറയും ഇല്ലേ? അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ റിജക്റ്റഡ് ആവും. ഇനി എല്ലാവരെയും, ഈ ചർച്ചിൽ എല്ലാവരെയും ഒരാൾ ഉദാഹരണത്തിന് കല്യാണം വിളിച്ചു, ഒരാളെ കല്യാണം വിളിക്കാൻ വിട്ടുപോയെന്ന് വിചാരിക്കുക. ഒരു ഗിഫ്റ്റ് ലാഭമായെന്ന് പറയുമോ? അതോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നറിയോ? യു വിൽ ഫീൽ റിജക്റ്റഡ്. ആമേൻ. എല്ലാവരുടെയും വീട്ടിൽ ആമേൻ ഒരാൾ ആമേൻ പോയി, അല്ലെ പാസ്റ്റർ എല്ലാവരുടെയും വീട്ടിൽ പോയി. പക്ഷെ ഒരു വീട്ടിൽ പോയില്ല എന്ന് മനഃപൂർവ്വം പോയില്ല എന്ന് തോന്നിയാൽ അവർക്കുണ്ടാവാനുള്ള സാധ്യതകളൊന്ന് റിജക്റ്റഡ് ഫീലിംഗ്. ഇത് നമ്മുടെ സ്വാഭാവികമായ ജീവിതം. അതായത് അതിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞാൽ എന്നെ കൈവിട്ടു, എന്നെ വിട്ടുകളഞ്ഞു, എന്നെ ഒഴിവാക്കി എന്നുള്ള ഫീലിങ്ങിനാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ പാസ്റ്റ് കൈവിട്ടാൽ കുഴപ്പമില്ല, ഒരു കൂട്ടുകാരി നമ്മളെ കൈവിട്ടാൽ, കൂട്ടുകാരൻ കൈവിട്ടാൽ അതിന് ഇത്രയേ ഉള്ളൂ. ആമേൻ. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ദൈവം കൈവിട്ടാലോ? അല്ല, ദൈവം കൈവിട്ടാൽ ആരെ കൊണ്ട് പിന്നെ പിടിപ്പിക്കാൻ പറ്റും? ഇല്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, പക്ഷേ ഇതൊന്നും ആരും സമയം ദൈവം കൈവിട്ടാലും കുഴപ്പമില്ല, നാട്ടുകാരെന്നെ പിടിക്കണമെന്നാണ് പലരും ചെയ്യുന്നത്. ദൈവം കൈവിട്ടാലും കുഴപ്പമില്ല, കൂട്ടുവിശ്വാസികൾ എന്നോട് കൊണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ചല്ല പൊതുവെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് മുതൽ ഏറ്റവും വലിയ റിജക്ഷൻ ഈസ് റിജക്ഷൻ ബൈ ഗോഡാണ്. റിജക്ഷൻ ബൈ ഗോഡ്. അതിൻ്റെ തെളിവ് ഞാൻ പറയാൻ വേണ്ടി പോവുക. അതിൻ്റെ ഭീകരത എത്രയാണെന്ന് പറയാം. എന്താണെന്നറിയാമോ? ദൈവവുമായിട്ട് കൂട്ടായ്മ കൂടിയ ആളുകളായിരുന്നു ആദാമും ഹവ്വയും അല്ലേ? ദൈവമായിട്ട് കൂട്ടായ്മ കൂടിയ എന്ന് പറഞ്ഞാൽ കാര്യം, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ നമ്മളെ ഒന്നിപ്പിച്ച പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഭാഷയുടെ യൂണിറ്റിയാണ്, ഐക്യതയാണ്. ഇവിടെ ഇരിക്കുന്ന 1-2 പേർക്ക് മലയാളം മനസ്സിലാകാത്തവരുണ്ട്. അതിലൊന്ന് കീർത്തനയാണ്. കീർത്തന ഇവിടെ ഇംഗ്ലീഷ് വർഷിപ്പിന് വന്നിട്ട് ഈ മലയാളത്തിൽ ഇരുന്ന് തെലുങ്കിലും കൂടിയിട്ടാണ് ഈ കീർത്തന പോകുന്നത്. കീർത്തന പതിയെ മലയാളം പഠിക്കായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകൻ, അദ്ദേഹം തെലുഗു ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല. പക്ഷെ അദ്ദേഹം മറ്റൊരു കാരണത്താലാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അവരുടെ ഈ ഇരിപ്പ് ഭയങ്കര പ്രയാസമാണ്. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ പോയിരിക്കണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അവർ ഇച്ചിരി ബൈ ഫോഴ്സിൽ അവരിയ്ക്കുകയാണ്. അവർക്ക് അതിൻ്റെ വേറെ ഉദ്ദേശം ഉള്ളത് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവർക്കും മലയാളം അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കാര്യം നിങ്ങളെ ഒരുമിപ്പിച്ചത് ഒരേ ഭാഷയാണ്, ഒരേ ഭാഷയും ഒരേ സംസ്കാരവുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കോ സമാനതകൾ കണ്ടതുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്ന കാര്യമുണ്ട്. ആമേൻ. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ് ആകെ കൂടെ
ദൈവത്തിന് സമാനതകൾ ഉണ്ടായിരുന്നത് ദൈവവുമായിട്ട് മാത്രമായിരുന്നു. ഒന്നുകൂടെ പറയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ പോലെ സമാനതകളുള്ള മറ്റൊരു ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം പറഞ്ഞു, വരുവിൻ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാവുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയ മാത്രമല്ല, ആക്ച്വലി ദൈവത്തോട് കമ്പാനിയൻ ചെയ്യാൻ, ദൈവത്തോട് കൂട്ടുകൂടാൻ, ദൈവത്തോട് കൂട്ടായ്മയാതിരിക്കാൻ പിതാവുത്തിന് പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമല്ലാതെ മറ്റൊന്നുമില്ലാതിരിക്കെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം ആദാമിനെ അവ്വയും ഉണ്ടാക്കിയെങ്കിൽ എത്ര അത്ഭുതമാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് അക്സെപ്റ്റൻസ്. ആരോട് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് കൂട്ടുകൂടാൻ, കൂട്ടായ്മയ്ക്കായിട്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മൾ വായിക്കുന്നു, എന്നും വെയിലാറുമ്പോൾ യഹോവയാം ദൈവം തോട്ടത്തിൽ വരൂ, അവർ ഈ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആദാമിന് അവയ്ക്കും ഒറ്റ പ്രയർ റിക്വസ്റ്റ് ഇല്ല, ആദാമിനും അവയ്ക്കും ഒറ്റ പ്രശ്നമില്ല പറയാൻ. പക്ഷേ ആദാമും അവയും കാത്തിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് വേണ്ടിയാണെങ്കിൽ എല്ലാവരും അറിയണം, നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിലല്ല ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഇരിക്കുന്നത്. പ്രശ്നം വരുമ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണെന്നല്ല, ദൈവമായിരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം വിളിച്ചത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. എന്നിട്ട് നമുക്കതിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ദൈവം ചെയ്തെന്ന് പറഞ്ഞ കാര്യം, തിന്നരുതെന്ന് പറഞ്ഞ പഴം അവൻ പഴിച്ച് തിന്നു. ദൈവം വന്നിട്ട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെയാണ്? ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചനന്തരം അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല, അവന് തിരിച്ചു വന്ന് ജീവൻ്റെ വൃക്ഷഫലം തിന്നാതിരിക്കുന്നതിന് തിരിയുന്ന വാളുമായി കെരൂബിനെ തോട്ടത്തിന് കാവൽ നിർത്തി. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ദൈവം ആദാമിനെ ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി തിരിച്ച് കയറി ജീവവൃക്ഷഫലം തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അവരെ പുറത്താക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ വരെ കൂട്ടായ്മ ആചരിച്ചിരുന്ന ദൈവവുമായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകുന്നത് പുറത്താക്കുന്ന വ്യത്യാസമുണ്ടോ? ഉണ്ടോ? സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ ക്രെഡിറ്റ്, ഞാനിങ്ങ് പോകുന്നു. പക്ഷെ ഒരാൾ നിങ്ങളെ പുറത്താക്കിയാലോ? അതുകൊണ്ടാണ് അവസാന പുസ്തകത്തിൽ വേറൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ ദൈവം തീപ്പൊയ്യിൽ തള്ളിയിടുവെന്ന. ചാടിപ്പോകുന്നല്ല. ഈ തന്നെ ഒരുത്തൻ നരകത്തിലോട്ട് ചാടിയ അവൻ അവിടെ കിടന്ന് ക്രെഡിറ്റ് പറയും, എന്നെ ആരും തള്ളിയിട്ടല്ല, ഞാൻ തന്നെ ചാടിയെന്ന്. പക്ഷേ ഇവിടെ തന്നെ ചാടിയെന്ന് പറയാൻ നരകത്തിൽ പോയി ആരും പൊക്കം പറയേണ്ട കാര്യമില്ല. അവൻ പോകാതിരിക്കുന്നത് കൊണ്ടാണ് അവനെ എന്ത് ചെയ്തത്? തള്ളിയിട്ടത്. ഒരുവൻ തന്നെ ഇറങ്ങിപ്പോകുന്നതും ഒരുവനെ ഇറക്കി വിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദാമും അവയും ദൈവത്തിൽ നിന്നും തന്നെ ഇറങ്ങിപ്പോയതല്ല, ആ തോട്ടത്തിൽ തന്നെ ഇറങ്ങിപ്പോയത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇന്ന് പകൽ എല്ലാവരും അറിയേണ്ട കാര്യം, സ്തോത്രം, ആ തലമുറയിൽ ജനിച്ച നമ്മളെല്ലാവരും ബേസിക്കലി വി വെർ റിജക്റ്റഡ് ബൈ ഗോഡ്. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടവരായിരുന്നു, വിജക്ഷരായിരുന്നു. ഇനിയും നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നമുക്ക് അത്ര അറിയത്തില്ലേലും ഈ കൈവിട്ടാനുള്ള പ്രയാസം എന്നറിയോ, അവരെ തീപ്പൊയ്യിൽ തള്ളിയിട്ട് കളഞ്ഞു. കൈ വിടപ്പെട്ടവരെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഉൽപ്രാപണത്തെക്കുറിച്ച്, റാപ്ചറിനെ കുറിച്ച് കേൾക്കുമ്പോൾ യേശുവിൻ്റെ വരമെങ്കിൽ എടുക്കപ്പെടാത്തവരൊക്കെ എന്ത് ചെയ്യുന്ന, അല്ല നമ്മൾ മലയാളത്തിൽ പദം പറയും കൈവിടപ്പെട്ടെന്ന് പറയും. കൈവിടപ്പെട്ടു, അതായത് കൈ പിടിച്ചുകൊണ്ട് പോകേണ്ടയാളെ
കൈവിടപ്പെട്ടു, സെപ്പറേറ്റഡായി. ഇന്ന് പകൽ ആമേൻ നമ്മൾ ഈ ഞാൻ പറയുന്നതിൻ്റെ വാക്കുകളിൽ ആ സിംപ്ലിസിറ്റി, നിങ്ങൾ കേൾക്കുന്നതിൻ്റെ സിംപ്ലിസിറ്റി, അതിൻ്റെ ആ എന്താ പറയുന്നത് ലാഘവം, ഇത് വലിയ കാര്യമാണ്. കൈവിടപ്പെട്ടു. നിങ്ങളൊക്കെ പ്രസംഗത്തിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫിലിം ഒക്കെ ഉണ്ട്, സിനിമ, അതായത് ഉൽപാദനത്തെ കൈവിടപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവിടെ കൈവിടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. ആമേൻ, സ്തോത്രം. കാരണം ബാക്കി എല്ലാത്തിനും റിജക്ഷൻ എല്ലാം ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ വിഷമമൊക്കെ പോവും. ഒരാൾ കല്യാണം വിളിച്ചില്ലെങ്കിൽ അടുത്ത കല്യാണം കൂടുമ്പോൾ അത് പോവും. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഒഴിവാക്കിയ വേറൊരാൾ നമ്മളെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ വിഷമം പോവും. പക്ഷെ ഇന്ന് പകൽ എല്ലാവരും അറിയേണ്ട കാര്യമുണ്ട്, ദൈവത്താൽ കൈവിടപ്പെടുക, ദ റിജക്ഷൻ ബൈ ഗോഡ്, അതിൻ്റെ ഭീകരത നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നിടത്തോളാണ് ദൈവം ഒരുവനെ റിജക്റ്റ് ചെയ്യുക, ദൈവം ഒരുവനെ തള്ളിക്കളയുക, ദൈവം ഒരുവനെ കൈവിടുക എന്നുള്ളത്. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ പലരും നമ്മൾ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവരും ചെറുപ്പം മുതൽ ഈ പ്രസംഗം കേൾക്കുന്നവരും ആയതുകൊണ്ട് ആമേൻ നമുക്കതിൻ്റെ അത്ര വലിയ ഭീകരത നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലേ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആമേൻ ഏറ്റവും വലിയ ആമേൻ ദൈവമായിട്ടുള്ള വലിയ കാര്യമാണ് റിജക്ഷൻ ബൈ ഗോഡ്, ദൈവത്താൽ തിരസ്കരിക്കപ്പെടുക. ഇനി അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലങ്ങൾ ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. ഈ ദൈവത്താൽ കൈവിടപ്പെട്ടു പോയ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഭീകരത നിമിത്തം ദൈവം ഉപേക്ഷിച്ച് കളയുന്ന സാഹചര്യം അനുഭവിച്ച ഏറ്റവും ഒരു ജാതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലാണ്. ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്, ദൈവനെ കൈവിട്ടു എന്ന് വായിക്കുന്നുണ്ട്. ബാബിലോണിൽ സിറിയയിലുമൊക്കെ വർഷങ്ങളോളം അടിമത്തത്തിൽ പോയി കിടക്കേണ്ടി വന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എൻ്റെ വിഷയം അതല്ല. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും ബൈ ബർത്ത് വി വർ റിജക്റ്റഡ് ബൈ ഗോഡ് ബിക്കോസ് വി വർ ബോൺ ഇൻ ആഡം. നമ്മൾ ആദാമിൽ ജനിച്ചതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്താൽ കൈവിടപ്പെട്ടവരാണ്. പക്ഷേ കൈവിട്ട അതേ ആള് പിന്നത്തേതിൽ വന്ന് കൈ പിടിച്ചാലോ? തള്ളിക്കളഞ്ഞയാൾ നമ്മളെ വന്ന് ചേർത്ത് പിടിച്ചാലോ? ഒഴിവാക്കിയ ആൾ വീണ്ടും നമ്മളെ കൈക്കൊണ്ടാനോ? ഈ മനുഷ്യൻ്റെ പൊതുവെ വിധം, ഒരാൾ തള്ളിക്കളഞ്ഞാലും വേറെ ആളൊന്ന് പോട്ടെ, അങ്ങേര് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവര് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വേറൊരാൾ വരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, വേറെ ആര് വന്നാലും ആ വ്യക്തി നമ്മളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിംഗ് മറ്റൊന്ന്. അതിന് തെളിവ് എങ്ങനെയാണെന്നറിയാം. നമ്മളെ ഈ പിള്ളേരെ വഴക്ക് പറയുമ്പോൾ ചിലർക്ക്, എല്ലാവർക്കും ഇല്ലെങ്കിൽ ചിലർക്ക് ആ വഴക്ക് പറഞ്ഞ അപ്പനോ അമ്മയോ അവനെ വഴക്ക് പറഞ്ഞത് ശരിയാണെങ്കിലും അമ്മയും അപ്പനോ ആശ്വസിപ്പിക്കാൻ ഉണ്ടാകുന്നത് നാട്ടുകാരും ആശ്വസിപ്പിച്ചാൽ ഉണ്ടാകത്തില്ലെന്ന് പോലെ ആമേൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട അതേ ദൈവം ആദാമിനെ പോലൊരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, അധ്വാനിക്കുമെന്ന് ഭാരം നോക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശിക്കുന്നു പറഞ്ഞാൽ ആരിറക്കി വിട്ടുവോ? ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നിട്ട് തിരിച്ചു വിളിച്ച ഒരു ചരിത്രം പഠിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ദൈവവചനം, ബൈബിൾ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഈ ശരിക്കും റിലേഷൻഷിപ്പിൻ്റെ വില അറിഞ്ഞ ആൾക്ക് മാത്രമേ റിജക്ഷൻ്റെ ഫീലിംഗ് അറിയത്തൂ എന്നാണ് പറയാം. റിലേഷൻഷിപ്പിൻ്റെ വില അറിഞ്ഞവർക്ക് മാത്രമേ റിജക്ഷൻ്റെ ഫീലിംഗ് അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ട്, നമ്മളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അളക്കുന്നത് എപ്പോഴും വ്യക്തിപരമാണ്. റേഷൻ കടക്കാരൻ ചോദിക്കുമോ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ പോയോന്ന്? ഇല്ല, ചോദിക്കത്തില്ലല്ലോ. നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ടീച്ചർ ചോദിക്കും, ഈ ഇന്ന്
പാസ്റ്റർ നല്ല പ്രസംഗമാണോ പ്രസംഗിച്ചത്, എന്താ പ്രസംഗിക്കുന്നത്? ഇല്ല. കാര്യം റേഷൻ കടക്കാരനും കണ്ടക്ടർക്കും നമുക്ക് സമൂസ തരുന്ന ആൾക്കൊന്നും നമ്മുടെ ആത്മീയതയെ അളക്കേണ്ട, അല്ലെങ്കിൽ ആത്മീയത എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിനാകെ കൂടെ ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ടെങ്കിൽ എൻ്റെ ആത്മീയതയെക്കുറിച്ച് എനിക്കാണ്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കാണ്. അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ദൈവം, എല്ലാവരും ശ്രദ്ധിക്കണമേ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത മാത്രമേ എപ്പോഴേലും റിജക്റ്റഡായി നമുക്ക് ഫീൽ ആകത്തൂ. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മളെപ്പോഴും ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നാത്തതിൻ്റെ കാര്യം ബന്ധം അത്ര കാര്യമായിട്ടില്ല എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബന്ധത്തിൻ്റെ ആഴത്തിലാണ് എപ്പോഴും ആ ബന്ധങ്ങളുടെ കോട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കും. ഹല്ലേലൂയ. ഈ മാനസിക രോഗം വന്ന പലരും, എല്ലാവരുമല്ല, ചിലർക്കെങ്കിലും പ്രണയ നൈരാശ്യം എന്ന് പറയും. അത് സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല, സ്നേഹിച്ച ചെറുക്കനെ കിട്ടിയില്ല എന്നത് കണ്ട് മാനസിക രോഗം വന്ന പലരുമുണ്ട്. പക്ഷേ 30% പേർക്ക് ചില ഉദാഹരണം ഞാൻ പറയുകയാണ് വരത്തുള്ളൂ. ബാക്കി 70% ആൾക്കാരും പിന്നെ വേറൊരു പെണ്ണിനെ അല്ലെ ചെറുക്കനെ സ്നേഹിക്കാതെ കണ്ട് പോകുന്നവരുണ്ടായി. പക്ഷേ ഈ 30% വട്ടുപിടിച്ചു പോയവരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ മറ്റെന്തിനേക്കാളും ആ ബന്ധത്തെ സൂക്ഷിച്ചവരോ അല്ലെങ്കിൽ അതിന് വില കൊടുത്തവരോ ആയതുകൊണ്ടാണ് വട്ടായി പോകേണ്ട, മാനസിക രോഗം വരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മാനസിക രോഗം പോയിട്ടൊരു തലവേദന പോലും അതിനുള്ള ബന്ധത്തിൽ നമുക്കിപ്പോൾ ബന്ധം ഉണ്ടേലും ബന്ധം ഇല്ലേലും നമുക്കങ്ങനെ വലിയ കാര്യമായ കാര്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയേണ്ട കാര്യം, ആ വിഷയം നമുക്ക് പെയിൻ കൊണ്ടുവരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വേദന കൊണ്ടുവരുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കുത്തിയിരുന്ന് കരയുന്ന കാര്യമുണ്ട് പറയും. വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം, വ്യക്തിപരമായ ബന്ധത്തിൽ സ്തോത്രം, ആ കാര്യം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലും പകരട്ടെ. അപ്പോൾ ഈ കർത്താവ് കരഞ്ഞത്, അതായത് യേശു കർത്താവ് കരഞ്ഞത് എവിടെയാണെന്നറിയോ? യേശു കർത്താവ് കരഞ്ഞത് ക്രൂശിലാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ക്രൂശിലാണ് കരഞ്ഞ്. നിങ്ങൾക്കറിയാമോ, എന്നെ എങ്ങാനും പിടിച്ച് ക്രൂശിൽ തറച്ചിരുന്നെങ്കിൽ, നിങ്ങളാരും അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട, എന്നെ അല്ല നിങ്ങളെ ക്രൂശിൽ തറച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കരയും, അങ്ങേയറ്റം കരയാൻ പല കാര്യമുണ്ട്. കരയുള്ള ഒന്നാമത്തെ കാര്യം എന്നറിയോ? ഈ വലിയ കുരിശൻ്റെ തോളത്ത് വെച്ചെന്ന് പറഞ്ഞും കരയും, ചാട്ടവാറ് കൊണ്ട് അടിച്ചെന്നും പറഞ്ഞും കരയും, മുഖത്തു തുപ്പിയെന്നും പറഞ്ഞും കരയും, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചു എന്ന് പറഞ്ഞ് കരയും, പിന്നെ അങ്കി വലിച്ചു പറിച്ച് അല്ലെങ്കിൽ അതിനായിട്ട് ചീട്ടിട്ടെന്ന് പറഞ്ഞ് കരയും. നമ്മൾ 900 കാര്യം പറഞ്ഞ് കരയും. പക്ഷേ യേശു കർത്താവ് കരഞ്ഞ എന്തിനു വേണ്ടിയെന്നറിയോ? യേശു കർത്താവ് കരഞ്ഞെന്നറിയോ? മൈ ഗോഡ് വൈ have you forsaken me? എൻ്റെ ദൈവമേ നീ എന്നെ. മത്തായിയുടെ സുവിശേഷം വേഗത്തിൽ നിന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 45-46 വാക്യം ഇന്ന് പകൽ വേഗത്തിൽ വായിച്ച് നമുക്ക് മുന്നോട്ട്. Matthew chapter 27, 45 and 46. Now for the 6th hour there was darkness over all the land until the 9th hour. And about the 9th hour Jesus cried out with a loud voice, saying, Eli, Eli, lama sabachthani. That is, my God, why have you forsaken me? ആമേൻ. മലയാളത്തിൽ വായിച്ചാട്ടെ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്ക നിലവിളി. He cried out. ഉറക്ക നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇന്ന് പകൽ യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുമ്പോൾ നമ്മളെപ്പോഴും തോറ്റുപോകുന്ന എവിടാന്നറിയോ? നമ്മളെ അടികിട്ടിയാൽ നമ്മൾ കരയും, നമ്മളെ കൂശിൽ തോളത്ത് വെച്ച കരയും, നമ്മുടെ അങ്കി വലിച്ചെടുത്താൽ കരയും, മുഖത്ത് തുപ്പിയാൽ കരയും. ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി കരയുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി. യേശു കരഞ്ഞത് ഇതിനൊന്നും വേണ്ടിയല്ല, ഇതുകൊണ്ടൊന്നുമല്ല. യേശു കരഞ്ഞതെന്നറിയോ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്?
എന്നെ കൈവിട്ടതെന്ത്? ആദാമിന് അന്ന് തോന്നാതിരുന്ന വേദന ഒടുക്കത്തെ ആദാമ് ആമൽ ക്രൂശിൽ നിർവഹിക്കാൻ കാര്യം എന്നാണെന്നറിയോ? പിതാപുത്രൻ പരിശുദ്ധമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത അത്രമാത്രം അറിഞ്ഞ മറ്റു ഒരാളില്ല. ആ കർത്താവ് ആമൻ ശരീരത്തിൽ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ക്രൂശ് മരണത്തിൽ വിളിച്ചു പറഞ്ഞ് കരഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന. ഇന്ന് പകലി ഇവിടിരിക്കുന്ന നമ്മളെല്ലാവരും ഇതിൻ്റെ ആഴം ആത്മാർത്ഥമായിട്ട് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ആമൻ കാര്യമാണ് ഞാൻ ഇന്ന് പകൽ പറയുന്നത്. ആമൻ കൈവിട്ടതിൻ്റെ വേദന മനുഷ്യരാരുമല്ല, ആദാം പോലും അല്ല അറിഞ്ഞത്. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു. അതായത് അന്ന് അവസാന നാളിൽ ആമേൻ പലരും കൈവിടപ്പെടുമ്പോൾ ആ വേദന മുന്നമേ അറിഞ്ഞ ആളാണ് യേശു. എന്നാൽ ആദാമിനെ അവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അതിൻ്റെ വേദന അവർക്ക് പോലും അറിയാവുന്നതിൻ്റെ ഡീപ്പായിട്ട് അറിഞ്ഞ ആളാണ് യേശു. യേശു ഭരിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. ഇന്ന് പകൽ എല്ലാവരോട് ഞാനൊരു കാര്യം പറയാം. ആ യേശു ക്രൂശിൽ മരിച്ച ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ? നമുക്ക് വേണ്ടിയാണെങ്കിൽ യേശു കരഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? യേശു കരഞ്ഞത് നമുക്ക് വേണ്ടിയാ. അതായത് യേശുവിനെ കൈവിടാൻ കാര്യം മാനവജാതിയുടെ പാപം മുഴുവനും തൻ്റെ മേൽ, ആമേൻ സ്തോത്രം, തൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടവനായി, താൻ സ്വീകരിക്കപ്പെട്ടവനായി ദൈവം യേശുവിനെ കൈവിടുമ്പോൾ ഇന്ന് പകൽ കൈവിടേണ്ട ഏറ്റവും വലിയ വേദന അറിഞ്ഞ് ഒരാളുണ്ടെങ്കിൽ ഇന്ന് വഴി യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. കാര്യം യേശുവിനെ അല്ല കൈവിട്ടത്, നമ്മളെല്ലാവരും യേശുവിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, നമ്മുടെ പാപം യേശുവിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ഹി വാസ് റിജക്റ്റഡ്. ആമേൻ. യേശു പിതാവിനാൽ കൈവിടപ്പെട്ടു. യേശു കരഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കരയാൻ 100,000 കാരണങ്ങൾ നമുക്കുണ്ടായിരിക്കെ അവിടെ യേശു കരഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, 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 സ്തോത്രം. The pain of rejection that we see at the cross, ആമേൻ, റിജക്ഷൻ ഡേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമം, യേശുവിന്റെ അധികാരമുള്ള നാമം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ സംഗതി സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിടപ്പെട്ടവൻ അറിയാം കൈവിടലിൻ്റെ വേദനയെങ്കിൽ യേശു മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 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 നമ്മളൊക്കെ പല സാഹചര്യങ്ങളിൽ ഇസ്രായേലടക്കം പറയുന്നു, കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്നെ അറിയുന്നില്ലേ? എൻ്റെ വഴികൾ അറിയുന്നില്ലേ? ആമേൻ. എന്നെ കൈവിട്ടതെന്തെന്ന് ഇസ്രായേൽ പല സമയത്തും ചോദിക്കുന്ന ആമേൻ നിലവിളിയുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴെല്ലാം ആമേൻ സ്തോത്രദിന കവിത കൂടെയോ നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യനായ ദൈവം ഭൂമിയുടെ അറുതികളെ, ആമേൻ, ഭൂമിയുടെ അറുതികളെ ഉണ്ടാക്കിയവൻ, ആകാശത്ത് നക്ഷത്രങ്ങളെ വിരിച്ചതെന്നൊക്കെ പറഞ്ഞ് യെശയ്യാവ് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ന്യായം നീ കാണുന്നില്ലേ? എന്നെ നീ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചവൻ്റെ മുമ്പിൽ ആമേൻ യെശയ്യാവ് ആമേൻ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെയാണെങ്കിൽ, ഇന്നു പകലിൽ ഇവിടിരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് പറയുന്നു, വേർപാടിൻ്റെ കൈവിടപ്പെട്ടലിന് വേദന അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, പറഞ്ഞു വിളിച്ചു, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, നീ എന്നെ കൈവിട്ടതെന്ത്? നമുക്ക് ആർക്കും അത്ര ആഴത്തിൽ അവൻ നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ക്രൂശിൽ യേശു കർത്താവ് അനുഭവിച്ചത്. നമ്മുടെ പാവെടുത്തു, യെസ്, ദാറ്റ്സ് ട്രൂ. പക്ഷെ അതിൻ്റെ ഡെപ്ത് ഇവിടെ കിടക്കുന്നത് ആമേൻ യേശുവിനെ ദൈവം കൈവിട്ടു. ഇനി അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ ഞാൻ പറയാം. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നറിയാം, അടക്കപ്പെട്ടെന്നറിയാം. ബൈബിളിൽ നിങ്ങൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. യേശു 3 ദിവസം മരണത്തിൽ നിന്ന് തന്നെ എണ്ണീറ്റ് പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. പിതാവാം ദൈവം ആമേൻ പുത്രനെ ഉയർപ്പിച്ചെന്നായിരിക്കട്ടെ. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ആമേൻ പിതാവ്
യേശുവിനെ കൈവിട്ടെന്ന് വായിച്ചില്ലേ? എൻ്റെ ദൈവനെ കൈവിട്ടെന്ന് വായിച്ചില്ലേ? കൈവിട്ട അതേ പിതാവ് 3-ാം ദിവസം തൻ്റെ പുത്രനെ എന്തെന്നറിയോ? മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് പകൽ ഈ കഥ ഇത് കഥയല്ല, കാര്യം പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇന്ന് പകലിലൂടെ ഇരിക്കുന്ന എല്ലാവരും അറിയണോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആമേൻ, തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട അതേ ദൈവം മനസ്സിലായി വന്നിട്ട് തിരിച്ചു വിളിച്ചതുപോലെ യേശുവിനെ കൈവിട്ട അതേ പിതാവ് 3-ാം ദിവസം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ക്രൂശി ഞാനും റിജക്റ്റഡായി ക്രിസ്തുവിനോട് കൂടെ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടറിയാം, 3-ാം ദിവസം പിതാവ് പുത്രനെ ഉയർപ്പിച്ചതിലൂടെ അവൻ എനിക്ക് വേണ്ടിയുള്ള പാപത്തിൻ്റെ പരിഹാരം നിർവഹിച്ച് എന്നെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മളെല്ലാവരും യേശു ഉയർത്തു എന്ന് പറയും. അതിന് നമുക്കെല്ലാം ഭയങ്കര ത്രില്ല. യേശു ഉയർത്തു, ദാറ്റ്സ് ഗുഡ് ആൻഡ് വെൽ. പക്ഷേ യേശു ഉയർത്തു എന്നുള്ള ഫാക്റ്റ്, ആ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? ആമേൻ, സ്തോത്രം. കൈവിടപ്പെട്ട ഞാൻ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള. എല്ലാവരോടും പറയുക, കൈവിടപ്പെട്ട ഞാനും നിങ്ങളും സ്വീകരിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിട്ട അതിൻ്റെ വെളിപ്പാട് പറഞ്ഞ ആൻ്റെ പേരാണ് അപ്പസ്തലനായ പൗലോസ്. നിങ്ങളുടെ വേഗത്തിൽ എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ തിരസ്കരിക്കപ്പെട്ട നമ്മളുടെ സ്വീകാര്യത, റിജക്റ്റഡായ നമ്മുടെ അക്സെപ്റ്റൻസ് നമ്മൾ കാണുന്നത് ക്രിസ്തുവിലാണ്. ആമേൻ. അത് ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഇന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായി തുടങ്ങുകയാണ്. ആമേൻ, സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നിങ്ങൾ വായിച്ചാട്ടെ. ഞാൻ ഇത് 3 കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കോട്ട് ചെയ്ത വാക്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, Ephesians chapter 1 verse 3-6. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാര്യം പറഞ്ഞ എഫേസ്യ ലേഖനത്തിൽ ഏകദേശം 27 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രൈസുണ്ട്. അത് ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവേ, അവനിൽ എന്നുള്ള പദം, അവനിൽ എന്നുള്ള പദമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ്, റിജക്റ്റഡായപ്പെട്ടിരുന്ന നമ്മെ ആമേൻ സ്വർഗത്തിലെ സകല ആത്മീയങ്ങൾ നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടും. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. the Bible says, 6-ാമത്തെ വാക്യം. ആമേ, ഈ വാക്യത്തിൽ ഭയങ്കര മീനിങ് ഉണ്ട്. ടു ദ പ്രൈസ് ഓഫ് ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ് വിച്ച് ഹി ഫ്രീലി bestowed on us in the beloved. ഈ പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കേണ്ടതിന്, പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കണമെന്ന്. ഇൻ ദ ബിലവഡ്. ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കേണ്ടതിന്, നമ്മെ എന്ത് ചെയ്യേണ്ടതിന്? ദത്തെടുക്കേണ്ടതിന്. ഹാലേലൂയ. അഡോപ്ഷൻ. ഞാനൊരു കാര്യം പറഞ്ഞ് ആമേൻ, സ്തോത്രം, മുൻപോട്ട് വേഗത്തിൽ വരട്ടെ. ഈ നമ്മുടെയൊക്കെ വീടുകളിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാർ വരാറുണ്ട്. നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വീടുകളിൽ പോകാറുണ്ട്. ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ വരുമ്പോൾ ആ കൂട്ടുകാരനെ എൻ്റെ മാതാപിതാക്കൾക്ക് ഡയറക്റ്റ് പരിചയമില്ല. അതാരാന്നറിയില്ല, എവിടുത്തുകാരനാണെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ ഹീ വാസ് റിസീറ്റ്. അവനെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ കാര്യം എൻ്റെ അപ്പനും അമ്മയ്ക്കും അവനെ അറിയാവുന്നതുകൊണ്ടല്ല, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ്. ആണോ അല്ലയോ? ആണ്. നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ അപ്പനും അമ്മയായിട്ടും പരിചയമുള്ളത് കൊണ്ടല്ല നിങ്ങളവിടെ സ്വീകരിക്കപ്പെടുന്നത്. ആ വീട്ടിലെ പുത്രനോ പുത്രിയായിട്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ സ്നേഹിതരായതുകൊണ്ടാണെന്നതുപോലെ ഇന്ന് പകൽ എല്ലാവരും അറിയേണ്ട കാര്യം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധി സ്വീകരിക്കപ്പെട്ടത് അത് ഒരാളുടെ കെയർ ഓഫിലാണ്. അത് പിതാവിന് നമ്മളെ അറിയാം എന്നുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത്. പിതാവിന് നമ്മൾ ബന്ധമുള്ളത് കൊണ്ടല്ല, പിതാവിന് പുത്രനോട് ബന്ധമുള്ളതുകൊണ്ടാണ്. പുത്രന് പിതാവിനോട് ബന്ധമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതായത് ഇവൻ ആവശ്യമില്ലാത്ത ഒരാളെയും കൊണ്ടുവരത്തില്ലെന്നും, ഇവൻ ഒരാളെ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ടെന്നും ബന്ധത്തിൽ പിതാവിനറിയാവുന്നത് പോലെ ഇന്ന് പോലിരിക്കുന്ന നിങ്ങൾ ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പല നിലയിൽ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫീൽ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഒരു ഗുണം കൊണ്ടുമല്ല ഞാൻ സ്വീകരിക്കപ്പെട്ടത്, എൻ്റെ ഒരു നന്മ കൊണ്ടുമല്ല ഞാൻ സ്വീകരിക്കപ്പെട്ടത്. ഞാൻ സ്വീകരിക്കപ്പെടാൻ കാര്യമെന്നറിയോ? പിതാവിന് പുത്രനുള്ള വിശ്വാസം, പുത്രന് പിതാവിനുള്ള വിശ്വാസം. ഇവൻ കൊണ്ടുവന്ന് ഒരുവൻ ഇവനെ പോലെ സ്വീകരിക്കപ്പെടുന്നതാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സ്തോത്രം, ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയ സ്തോത്രം അതേ ഡെൻസിറ്റി, അതേ ഉത്തരവാദിത്തത്തിൽ, അതേ സീരിയസ്നെസ്സിൽ അതിന് നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും മടക്കി കൊണ്ടുവന്ന അക്സെപ്റ്റൻസ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രത്യാശയുള്ളവനാണ്. നമ്മളൊക്കെ പാടുകയും നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നറിയോ, ദൂതസംഗമാകവേ ശുഭ്രവസ്ത്രദായകൻ. എന്താ തുടങ്ങുന്നത്? ദൂതസംഗമാകെ എന്നെയാണോ നമ്മയാണോ? അല്ലല്ല, പാടുന്ന പറഞ്ഞാൽ മതി. എന്നെ അല്ലേ? എന്നെ നമ്മെ നല്ല പാടുന്നേ. ഇനി എല്ലാവരും മനസ്സിലൊന്ന് വിചാരിച്ചു വയ്ക്കുകയും അതായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഒരാളെ റിസീവ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങൾക്ക് അത്ര ചിന്തിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കല്യാണമില്ലേ, കല്യാണത്തിൻ്റെ അന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ഇങ്ങനെ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ പറയും, ഇപ്പോൾ ഒരു പ്രത്യേക പാട്ട് പാടുമ്പോൾ സഭ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയോ ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക്. ഇപ്പോഴാണ് ഈ ചെറുക്കനും പെണ്ണും ഒരുമിച്ച് വരുന്നത്. നേരത്തെയൊക്കെ ചെറുക്കൻ നേരത്തെ അവിടെ വന്ന് നിൽക്കും, എന്നിട്ട് ആ പെണ്ണ് വരുന്ന നേരത്താണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ വന്നിരിക്കുന്ന 500 പേരോ 300 പേരോ 2000 പേരോ അവരുടെ നടുവിൽ ഒരാൾ സ്വീകരിക്കപ്പെടുക. ഒരു കൂട്ടം ആളുകളല്ല, ഒരാൾ സ്വീകരിക്കപ്പെടുക. അത് ഭക്തൻ പറയാണ്, അന്ന് ഇത്രയും ദൂതന്മാരുടെ മുമ്പിൽ കൂട്ടമായിട്ടെന്നല്ല, ഒരാള്. നമുക്കത് ഭയങ്കര പ്രത്യാശയല്ലേ? ഏത് ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കാൻ. ഈ ചിലർക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ വിജയുടെ പദയാത്രയിലൊക്കെ അവിടെ 40 പേര് മരിച്ചില്ലേ. പുള്ളി 7 മണിക്കൂർ ലേറ്റായിരുന്നു. പുള്ളി രാവിലെ എങ്ങാണ്ട് വന്നായിരുന്നു, വൈകിട്ടാണ് പുള്ളി വന്ന്. പുള്ളിക്ക് വേണ്ടി കാത്തിരുന്ന് അവസാനം സംഭവിച്ചു. അപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടി ഇത്രയും സമയം അത്രയും പേര് എന്ത് ചെയ്താ വെയിറ്റ് ചെയ്യാൻ കാര്യം അങ്ങേർക്ക് വിലയുള്ളായിരുന്നു കൊണ്ടാണ്. ആണോ അല്ലയോ? ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, നിന്നിടത്തെല്ലാം ഇരുട്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വിലയുള്ളത് കൊണ്ടാണ് 10,000 പേരെ കൊള്ളാവുന്ന സ്ഥലത്താണ് 1,00,000 മേളിലാക്കാനും നിന്ന് അത്രയും പേര് നിൽക്കാൻ കഴിയുമെന്നറിയോ? ആ വന്നയാൾ വിലയുള്ള ആളായതുകൊണ്ടാണ്. ഇനി എല്ലാവരോടും ഒരു കാര്യം വേണം, നമ്മളെല്ലാവരും ഇങ്ങനെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ദൂതന്മാർ കാണും, തീർച്ചയായിട്ടും കാണുമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്, അത് സ്പിരിച്വലായിട്ട് നടന്ന ഒരു കാര്യമാണ്. എന്നറിയോ? നമ്മളെ ദൈവം പ്രിയനായവനിൽ ദത്തെടുത്തപ്പോൾ ഭാവിയിൽ സംഭവിക്കേണ്ടതിൻ്റെ ഒരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതെത്ര പേർക്ക് തിരിച്ചറിയാം? അത് നമ്മൾ പറയാം, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല വാസ്ത്ര. ഇന്ന് കണ്ടോണം, ഇന്നെല്ലാവരും അറിഞ്ഞോണം. എന്നറിയോ? ഒരുവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ സ്വർഗത്തിൽ എന്തുണ്ടാകുന്ന സന്തോഷം ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് സന്തോഷിക്കണം. പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ? ഇൻ ദ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. എപ്പോഴാണെന്നറിയോ? നിങ്ങൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ.
എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, ക്രിസ്തു നമ്മളെ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലുണ്ടായ സന്തോഷത, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. അതാണ് ഭാവി സംഭവിക്കാൻ പോകുന്നത്. ഇത് നടന്നില്ലെങ്കിൽ ഭാവിയിൽ വല്ലതും നടക്കുമോ? നത്തിങ്. പക്ഷെ ഇതാരും ശ്രദ്ധിക്കത്തില്ല, ഇതാരും നമ്മൾ ഇന്ന് പകൽ ഞാനിത് പറഞ്ഞതിൻ്റെ ആകത്തുക എന്നാണെന്നറിയോ? ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള നോക്കി കാത്തിരിപ്പ് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്നറിയോ? പ്രിയനായവനെ നമ്മെ തെറ്റെടുക്കുന്നതിന് അവിടെ ഒരു കാര്യമുണ്ട്. പ്രിയനായവനെ ദത്തെടുക്കേണ്ടതിന് ഞാൻ യേശു കർത്താവിൻ്റെ സ്നാന സമയത്ത് പിതാവ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ആമേൻ, ഈസ് മൈ ബിലവഡ് എന്ന് വിളിച്ചു പറഞ്ഞ്. ഇനിയും അടുത്ത ഒരു കാര്യം പറയാം. 4-ാമത്തെ അധ്യായത്തിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വരുമ്പോൾ പിശാച് യേശുവിനോട് ചോദിക്കുന്നത് എന്നറിയോ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയാം. ഇത് 4-ാം അധ്യായത്തിൽ മത്തായി 4 എഴുതിയിരിക്കുന്നു, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാകാൻ പറയാൻ പറഞ്ഞു. ആരോട്? യേശുവിനോട് പറഞ്ഞു. പിശാച് യേശുവിനോട് പറയുന്നത് നീ ആരാണെങ്കിൽ എന്നാണ്? നീ ദൈവപുത്രനാണെങ്കിൽ. 3-ാം അധ്യായത്തിൽ പിതാവ് പറഞ്ഞതെന്നറിയോ? ഇവൻ്റെ പ്രിയപുത്രൻ. 4-ാം അധ്യായത്തിൽ പിശാച് എന്ന് പറഞ്ഞത് നീ ദൈവപുത്രനെങ്കിൽ അവിടെ മിസ് ചെയ്തൊരു വാക്യം എന്നാണെന്നറിയോ? ഒരു പദം എന്നാണെന്നറിയോ? ബിലവഡ് എന്നുള്ളതാണ്, പ്രിയപുത്രൻ എന്നുള്ളതാണ്. ആ പ്രിയ എന്നുള്ള പദം ആര് കളഞ്ഞു? പിശാച് കളഞ്ഞു. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ടു, നീ ദൈവപുത്രനെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിന് പിശാച് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ അടിപതറാതെ നിൽക്കാനുണ്ടായ കാര്യം എന്നാണെന്നറിയോ? പിശാച് പറഞ്ഞതിനേക്കാൾ വ്യക്തവും ശക്തവും സുവ്യക്തവുമായി ഈ പിതാവ് പറഞ്ഞത് യേശു കേട്ടിരുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു പ്രസംഗം ചെയ്യുന്നതിന് മുമ്പ്, ഒരത്ഭുതം ചെയ്യുന്നതിന് മുമ്പ്, കാനാവിൽ കാലൂത്തുന്നതിന് മുമ്പ്, ആമേൻ, സ്തോത്രം, യേശുവിനെ നോക്കി പിതാവ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് അറിയണം, അവനിൽ നിങ്ങളെയും, ഹല്ലേലൂയ, അവനിൽ നിങ്ങളെയും, അവനിൽ നമ്മളെയും, ദൈവം, സ്തോത്രം, തന്നെ സന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുപ്പിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, നമ്മെ സ്വീകരിക്കേണ്ടതിന് അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. ഇന്ന് പകൽ ഇത് സംഭവത്തിൻ്റെ അടിസ്ഥാന ക്രൂശാണ്. കർത്താവ് നമ്മുടെ റിജക്ഷൻ, തിരസ്കരണം ഏറ്റെടുത്ത് അവൻ നമുക്ക് തിരിച്ചു നൽകണമെന്നറിയോ? സ്വീകരണമാണ്. എല്ലാവരും ഭാവിയെ നോക്കി സ്വർഗത്തിലേക്ക് ചെല്ലുന്ന, നമ്മെ നോക്കി കാത്തിരിക്കുന്ന സ്വീകരണത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ? തീർച്ചയായിട്ടും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും അറിയണം, we were received, we were accepted. നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാണ്. നമ്മൾ സ്തോത്രം, ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവിന്ന് പകൽ നമ്മെല്ലാവരെയും ഭരിക്കട്ടെ.